ദൈവകരുണയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഫിലിപ്പീൻസിലെ സെബു നഗരത്തിൽ നടത്തിയ വൈദ്യുത അലങ്കാരം ശ്രദ്ധേയമായി. ദൈവകരുണയുടെ ചിത്രത്തിലെ ചുവപ്പും വെള്ളയും പ്രത്യേകം തെരഞ്ഞെടുത്ത് അവ പാലത്തിൽ അലങ്കരിച്ചായിരുന്നു ഫിലിപ്പീൻസിലെ 5ാമത്തെ വലിയ നഗരമായ സെബു നഗരത്തിലെ ആഘോഷം. സെബു കോർഡോവ ലിങ്ക് എക്സ്പ്രസ് വേ ആണ് ദൈവകരുണയുടെ ചിത്രത്തിൽ യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കിരണങ്ങളെ സൂചിപ്പിച്ച് ചുവപ്പും വെള്ളയും നിറം ഉപയോഗിച്ച് പ്രകാശിപ്പിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യങ്ങളിലൊന്നായ ഫിലിപ്പീൻസിന്റെ ദൈവകാരുണ്യ ഭക്തി വിളിച്ചോതുന്നതായിരുന്നു അലങ്കാരം. സെബു കോർഡോവ ലിങ്ക് എക്സ്പ്രസ് വേ സെബു നഗരത്തെ മക്ഡാൻ ദ്വീപിലെ കോർഡോവ നഗരവുമായി ബന്ധിപ്പിക്കുന്ന 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള വലിയ പാലമാണ്. 2022 ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഫിലിപ്പീൻസിന്റെ ക്രിസ്തീയ പാരമ്പര്യം വിളിച്ചോതി 8 കുരിശുകൾ പാലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. സസ്പെൻഷൻ കേബിളുകൾക്ക് കുറുകെയുള്ള ചുവന്ന ലൈറ്റുകൾ കൊണ്ട് പാലത്തിന് താഴെയുള്ള 2 പ്രധാന തൂണുകൾ ദൃശ്യമായിരുന്നു. രാത്രിയിൽ പ്രകാശം വെള്ളത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ ഈ കാഴ്ച ഒരു പ്രത്യേക ദൃശ്യാനുഭവമായിരുന്നെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു. ഈസ്റ്റർ വിജിലിൽ തിരുക്കർമ്മങ്ങൾക്കിടെ മെഴുകുതിരിയിൽ നിന്ന് തിരുവസ്ത്രത്തിലേക്ക് തീ പടർന്ന് പൊള്ളലേറ്റ വൈദികൻ മരണത്തിന് കീഴടങ്ങി. സ്പെയിനിലെ സരഗോസയിൽ 60-കാരനായ ഫാദർ ജാവിയൻ സാഞ്ചസ് ആണ് മരണമടഞ്ഞത്. ശരീരത്തിന്റെ 50% പൊള്ളലേറ്റ അദ്ദേഹം 5 ദിവസമായി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. മൃതസംസ്കാരം വെള്ളിയാഴ്ച നടക്കുമെന്ന് രൂപതാ കേന്ദ്രം അറിയിച്ചു. കത്തോലിക്ക സഭയുടെ സാമൂഹിക സേവന സംഘടനയും ദുരിതബാധിതർക്കും പാവപ്പെട്ടവർക്കും ആശ്വാസമായ കാരിത്താസ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി തീവ്ര ഹിന്ദുത്വ സംഘടന BJPയുടെ കീഴിലുള്ള ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം എന്ന സംഘടനയാണ് ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചിരിക്കുന്നത്. കാരിത്താസ് ഇന്ത്യ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.